ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൈത്തൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ട്യൂട്ടോറിയൽ നമ്മൾ എങ്ങനെയാണ് ഒരു അൽഗോരിതം ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ എങ്ങനെയാണ് ആ അൽഗോരിതത്തെ ഒരു ഫ്ലോ ചാർട്ടായി കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക്കായിട്ട് 5 സിമ്പിൾസാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോ സിമ്പിൾസ് എന്താണെന്നും അതിൻ്റെ മീനിങ് എന്താണെന്നും ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറയാം. അതിനുശേഷം നമുക്ക് കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റിവർ ക്രോസിംഗിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് ഒരു ഫ്ലോ ചാർട്ടായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതിൽ 5 സിമ്പിൾസാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത് ടെർമിനേറ്റർ സിമ്പിളാണ്. ഒരു ഓവൽ ഷേപ്പാണ് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. അതായത് അൽഗോരിതത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിനെയും എൻഡിങ്ങിനെയും ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓവൽ ഷേപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാരലോഗരിതത്തിൻ്റെ സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അൽഗോരിതത്തിന് എന്തെങ്കിലും ഇൻപുട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട്പുട്ട് നമ്മളുടെ അൽഗോരിതത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാരലോഗരിതം സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം എന്തെങ്കിലും ഒരു പ്രോസസ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റെക്ടാങ്കുലർ സിമ്പിളാണ്. അതിനുശേഷം എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റിന് ആൻസർ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡയമണ്ട് ഷേപ്പാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഈ ഓരോ പ്രോസസ്സിനെയും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോ ലൈൻ അല്ലെങ്കിൽ കണക്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതെന്താണെന്ന് ഈ 5 സിമ്പിളിൻ്റെ ജസ്റ്റ് നെയിം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്കിതൊരു പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് ഇതെന്താണെന്ന് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ റിവർ ക്രോസിംഗ് എന്ന് പറയുന്ന ആ ഒരു അൽഗോരിതത്തിനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ലോജിക്ക് അനുസരിച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണിത്. നമുക്ക് ഇതിൽ ഓരോ സിമ്പിൾസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു അൽഗോരിതത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ അല്ലെങ്കിൽ എൻഡിങ്ങിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഓവൽ ഷേപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അൽഗോരിതത്തിന് അതിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ട് എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഞാനൊരു ഡിസിഷൻ കണ്ടീഷനിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കണം. ഒരു ബൈനറി ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചോദിക്കുക. അപ്പം ഞാൻ ഇവിടെ ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. അത് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് ആണ്. നമ്മളൊരു ഇംഗ്ലീഷിൽ ഒരു പ്രോഗ്രാം നമ്മളൊരു ലാംഗ്വേജ് എഴുതുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് പൈത്തണിൽ നമുക്ക് സിമ്പിളായിട്ട് അതേപോലെ തന്നെ നമുക്ക് പ്രോഗ്രാംസും എഴുതാം. ഇപ്പം ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സിൻ്റെ അതേ മീനിങ്സ് ഒക്കെ തന്നെയാണ് ഈ പ്രോഗ്രാംസിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഗോട്ട് ആൻഡ് വോൾഫ്, അതായത് ഞാൻ ഈ ഡിസിഷനിൽ ഉദ്ദേശിച്ചത് ഗോട്ടും വോൾഫും ഒരേ സൈഡിലാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് അൽഗോരിതത്തിന്റെ തുടക്കത്തിൽ ഗോട്ടും വോൾഫും ഒരേ സൈഡിലാണ്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ നദിയുടെ ഇക്കരെയാണ്. അപ്പോൾ അവിടെ ഗോട്ടും വോൾഫും ഒരേ സൈഡിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഡിസിഷന്റെ ആൻസർ എന്ന് പറയുന്നത് എസ് ആയിരിക്കും. ഇപ്പോൾ ഈ എസ് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സിമ്പിളിലേക്കായിരിക്കും നെക്സ്റ്റ് ഇതിന്റെ ഫ്ലോ പോവുക. അപ്പോൾ എസ് കണക്ട് ചെയ്തിരിക്കുന്നത് അടുത്തൊരു പ്രോസസ്സിലേക്കാണ്. നമ്മൾ പ്രോസസ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി റെക്ടാങ്കിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം റെക്ടാങ്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്താലും അതൊരു പ്രോസസ്സാണ്. ഒരു പ്രോസസ്സ്, ഒരു പ്രവൃത്തിയായിരിക്കും ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ടേക്ക് ദ ഗോട്ട്, അതായത് ഗോട്ടിനെ എടുത്ത് വഞ്ചിയിൽ കയറ്റുക. ഗോട്ടിനെ എടുത്ത് വഞ്ചിയിൽ കയറ്റി അതിനുശേഷം ഈ പ്രോസസ്സ് നെക്സ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് വേറൊരു പ്രോസസ്സിലേക്കാണ്. ഗോ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്കാണ് അടുത്തായിട്ട് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗോട്ടിനെ എടുത്തതിന് ശേഷം വഞ്ചി നിൽക്കുന്ന ഈ കരയിൽ നിന്നും അടുത്ത കരയിലേക്ക് പോവുക. അതാണ് ഈ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിച്ച് നിൽക്കുന്ന ഈ കരയിൽ നിന്നും നമ്മൾ അക്കരയിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഈ പ്രോസസ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് അടുത്ത ഒരു ഡിസിഷനിലേക്കാണ്. ആ ഡിസിഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് എനിത്തിങ് ഇൻ ബോട്ട്, അതായത് ബോട്ടിൽ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യെസ് ആണെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഇറ്റ് ഡൗൺ, അതിനെ ഇറക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു സിമ്പിളിലേക്ക് പോകും. ബോട്ടിൽ ഗോട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെ നമ്മൾ ഇറക്കി. അതിനുശേഷം നെക്സ്റ്റ് ഒരു ഡിസിഷനിലേക്കാണ് നമ്മൾ പോവുക. ഇഫ് എവ്രി വൺ ഹാസ് റീച്ച്ഡ് ദെയർ ഗോൾ, അതായത് എല്ലാവരും ഗോൾ റീച്ച് ആയി എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് നദിയുടെ അക്കരെ എത്തുക എന്നുള്ളതാണ്. അക്കരെ എല്ലാം റീച്ച് ആയി എന്നുണ്ടെങ്കിൽ ഈ അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വേറൊരു സിമ്പിളിലേക്ക്, ഈ ഒരു ഡിസിഷനിലേക്കാണ് നമ്മൾ പോവുക. ഇഫ് ഗോട്ട് ആൻഡ് വോൾഫ്, അതായത് ഗോട്ടും വോൾഫും ഒരേ സൈഡിലാണോ എന്ന് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും. ഇപ്പോൾ നമ്മൾ അക്കരെയാണ് നിൽക്കുന്നത്. അക്കരെ ഗോട്ടും വോൾഫും ഒരേ സൈഡിലാണ്. ഇപ്പം അക്കരെ ഗോട്ട് മാത്രമേ ഉള്ളൂ, അത് രണ്ടും ഒരേ സൈഡിലല്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇഫ് ഗോട്ട് ആൻഡ് ക്യാബേജ്, അതായത് ക്യാബേജും ഗോട്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പം അക്കരെ ഗോട്ടും ക്യാബേജും ഒരേ സൈഡിലല്ല. അപ്പം അതിൻ്റെ ആൻസറും നോ ആണ്. നോ കണക്ട് ചെയ്തിരിക്കുന്നത് വേറൊരു ഡിസിഷനിലേക്കാണ്. അപ്പം വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുക ഇഫ് ദിസ് ഈസ് ദ ഡെസ്റ്റിനേഷൻ, അതായത് ഇത് നമ്മളിപ്പം നിൽക്കുന്നത് ഡെസ്റ്റിനേഷൻ പൊസിഷനിലാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ പൊസിഷനിലാണ്, അതായത് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അക്കരെ എത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അക്കരെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത്
എസ് ആവും. അത് എസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ഗോ എന്ന് പറയുന്ന പ്രോസസ്സിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കരെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇക്കരയ്ക്ക് വരും. അതിനുശേഷം നമ്മൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും ഇഫ് എനിത്തിങ് ഇൻ ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ നോ ആണ്. നമ്മൾ ബോട്ടിൽ നമ്മൾ മനുഷ്യൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് നോ എന്ന് പറയുന്ന അതിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇക്കരെ എത്തി. അതിനുശേഷം മനുഷ്യൻ ബോട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം നോ കണക്ട് ചെയ്തിരിക്കുന്നത് ഇഫ് എവരി വൺ ഹാസ് റീച്ച്ഡ് ദെയർ ഗോൾ. അപ്പോൾ എല്ലാവരും ഗോൾ റീച്ച്ഡ് ആയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ എല്ലാവരും ഗോൾ റീച്ച്ഡ് ആയിട്ടില്ല. അപ്പോൾ ഈ നോ കണക്ട് ചെയ്തിരിക്കുന്നത് അടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇക്കരെയാണ് നിൽക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക ഇഫ് ഗോട്ട് ആൻഡ് വോൾഫ്. നോ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസിഷനിലേക്കാണ്. അതായത് ഇഫ് ഗോട്ട് ആൻഡ് വോൾഫ് എന്ന് പറയുന്ന ഡിസിഷനിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഗോട്ടും വോൾഫും ഒരേ സൈഡിലാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഇക്കരെ ഗോട്ടും വോൾഫും ഒരേ സൈഡിലല്ല നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് നോ എന്ന് പറയുന്ന ഇതിലേക്കായിരിക്കും കണക്ട് ആവുക. നോ കണക്ട് ചെയ്തിരിക്കുന്ന അടുത്തൊരു ഡിസിഷനിലേക്കാണ് ഇഫ് ഗോട്ട് ആൻഡ് ക്യാബേജ്. അത് ഗോട്ടും ക്യാബേജും ഒരേ സൈഡിലാണോ നോക്കും, അതും നോ ആണ്. ഇഫ് ദിസ് ഈസ് ദ ഡെസ്റ്റിനേഷൻ, ഇത് ഡെസ്റ്റിനേഷൻ ആണോ നോക്കും. അല്ല, ഇത് ഡെസ്റ്റിനേഷൻ അല്ല, നമ്മൾ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആണിത്. അപ്പം പിക്ക് സംതിങ് അപ്പ്, അതായത് എന്തെങ്കിലും ഒരു സാധനം അവിടെയുള്ള നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുള്ളത് വോൾഫും ക്യാബേജും ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിനെ പിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ഗോ എന്ന് പറയുന്ന പ്രോസസ്സിലേക്കാണ് കണക്ട് ആയിരിക്കുന്നത്. ഏതെങ്കിലും ഒന്നിനെ എടുത്തതിന് ശേഷം അക്കരയ്ക്ക് പോകും. അതിനുശേഷം വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും ഇഫ് എനിത്തിങ് ഇൻ ബോട്ട്. അത് ബോട്ടിൽ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഇറക്കും. ഇത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും ഇഫ് എവരി വൺ ഹാസ് റീച്ച്ഡ് ദെയർ ഗോൾ. ഇപ്പോൾ എല്ലാം ഗോൾ റീച്ചഡ് ആയിട്ടില്ല, കാരണം ഇനി ക്യാബേജും കൂടെ അക്കരെ എത്തിയാൽ മാത്രമാണ് ഗോൾ റീച്ച്ഡ് ആവത്തുള്ളൂ. ഇപ്പോൾ ഇത് നോ ആയിരിക്കും. നോ കണക്ട് ചെയ്തിരിക്കുന്ന അടുത്തൊരു ഡിസിഷനിലേക്കാണ് ഗോട്ടും വോൾഫും ഒരേ സൈഡിലാണോ നിൽക്കുന്നതെന്ന് നോക്കും. അതെ, ഗോട്ടും വോൾഫും നമ്മളിപ്പോൾ നിൽക്കുന്ന അതേ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് എസ്സിലേക്ക് കണക്ട് ആവും. ഈ എസ് കണക്ട് ചെയ്തിരിക്കുന്നത് അടുത്തൊരു പ്രോസസ്സിലേക്ക് ടേക്ക് ദ ഗോട്ടിനെ എടുത്ത് വഞ്ചിയിൽ കയറ്റുക. അതിനുശേഷം അക്കരയ്ക്ക് പോവുക. അതിനുശേഷം എന്തെങ്കിലും ബോട്ടിലുണ്ടോ എന്നുണ്ടെങ്കിൽ അതിനെ ഇറക്കുക. ഇത്രയും പ്രോസസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗോട്ടിനെ എടുത്ത് നമ്മൾ ഇക്കരയ്ക്ക് വന്നു. ഗോളിനെ ഇറക്കി വീണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും എല്ലാവരും ഗോൾ റീച്ച്ഡ് ആയോ എന്ന് നോക്കും. ഇല്ല, ഗോൾ റീച്ച്ഡ് ആയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗോട്ട് ആൻഡ് വോൾഫ് ഒരേ സൈഡിലാണ് നോക്കും. അല്ല, ഗോട്ടും വോൾഫും ഒരേ സൈഡിലല്ല. ഇഫ് ഗോട്ട് ആൻഡ് ക്യാബേജ് ഒരേ സൈഡിലാണ് നോക്കും. ഗോട്ടും ക്യാബേജും ഒരേ സൈഡിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എസ് ആണ്. ടേക്ക് ദ ക്യാബേജിനെ എടുക്കും. അതിനുശേഷം ഈ പ്രോസസ് കണക്ട് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഗോ എന്ന് പറയുന്ന പ്രോസസ്സിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോ പോയിരിക്കുന്നത് ഇവിടെ നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്കാണ്. അതിനെടുത്തുകൊണ്ട് നമ്മൾ കരയ്ക്ക് പോകും. അതിനുശേഷം എന്തെങ്കിലും ബോട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഇറക്കും. ഇത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും എല്ലാം ഗോൾ റീച്ച്ഡ് ആയോ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇല്ല എന്നാണ്. അപ്പം നെക്സ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഗോട്ട് ആൻഡ് വോൾഫ്. ഗോട്ടും വോൾഫും ഒരേ സൈഡിലാണോ എന്ന് നോക്കും. അല്ല, ഗോട്ടും ക്യാബേജും ഒരേ സൈഡിലാണെന്ന് നോക്കും. അല്ല, ഇത് ഡെസ്റ്റിനേഷൻ പൊസിഷൻ ആണെന്ന് നോക്കും. അതായത് ഡെസ്റ്റിനേഷൻ പൊസിഷൻ ആണ്, അതുകൊണ്ട് ഇക്കരയ്ക്ക് വരും. അതിനുശേഷം എന്തെങ്കിലും ബോട്ടിലുണ്ടോ എന്ന് നോക്കും. ബോട്ടിലൊന്നുമില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും ഇത് എല്ലാം ഗോൾ റീച്ച്ഡ് ആയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഇല്ല, എല്ലാം ഗോൾ റീച്ച്ഡ് ആയിട്ടില്ല. ഇനി ഗോട്ടും കൂടെ അക്കരെ എത്തിയാൽ മാത്രമാണ് ഗോൾ റീച്ച്ഡ് ആവത്തുള്ളൂ. വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും. ഗോട്ട് ആൻഡ് വോൾഫ്, ഗോട്ടും വോൾഫും ഒരേ സൈഡിലാണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അല്ല, ഗോട്ട് ആൻഡ് ക്യാബേജ് ഒരേ സൈഡിലാണ് നോക്കും. അതുമല്ല. ഇത് ഡെസ്റ്റിനേഷൻ പൊസിഷൻ ആണെന്ന് നോക്കും. അല്ല, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു സാധനത്തിനെ നമ്മൾ എടുക്കും. അതിനുശേഷം അക്കരയ്ക്ക് പോകും. അതിനുശേഷം ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇക്കരയ്ക്ക് വന്നു, ഗോട്ടിനെ എടുത്തു, വഞ്ചിയിൽ കയറ്റി അക്കരയ്ക്ക് പോയി. അതിനുശേഷം ബോട്ടിൽ ഗോട്ടുണ്ട്, അതിനെ ഇറക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും ഗോൾ റീച്ച്ഡ് ആയോ എന്ന് നോക്കും. അതെ, ഇപ്പം നമ്മൾ എല്ലാം അക്കരെ എത്തി. ഇപ്പോൾ ഇക്കരെ ഒരു ആട് മാത്രമേ ഉള്ളൂ. അതിനെ പിക്ക് ചെയ്തു, നമ്മൾ അക്കരെ കൊണ്ടുപോയി അതിനെ ഇറക്കി. അപ്പോൾ എല്ലാം ഗോൾ റീച്ച്ഡ് ആയി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് ആയിരിക്കും. അങ്ങനെ അൽഗോരിതം എൻഡ് ആവും. അപ്പോൾ ഇത്രയാണ് പ്രോസസ്സ് നടക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഗെയിമിൽ വിന്നാവും. അപ്പോൾ ഈ ഒരു റിവർ ക്രോസിംഗ് എന്ന് പറയുന്ന ആ ഒരു ഗെയിമിൻ്റെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് ആ ഒരു ടാസ്കിനെ നമ്മൾ ഇപ്പോൾ സോൾവ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ഇതിനെ ഒരു അൽഗോരിതമാക്കി ആദ്യം റെപ്രസെൻറ്റ് ചെയ്തു. അതിനുശേഷം ആ അൽഗോരിതത്തിനെ നമ്മൾ ഫ്ലോ ചാർട്ടിലെ സിമ്പിൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് ആ പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്ലോ ചാർട്ട് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഫ്ലോ ചാർട്ടിൻ്റെ സിമ്പിൾസും അതിൻ്റെ മീനിങ്സും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ ഒരു എക്സസൈസ്
നിങ്ങൾക്ക് തന്നെ ഒരു അൽഗോരിതം ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു ടാസ്ക് തന്നിരുന്നു. ആ പ്രോബ്ലത്തിൻ്റെ അൽഗോരിതം നിങ്ങൾ ഡിസൈൻ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ അൽഗോരിതം ഇതേപോലെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ ഇപ്പോൾ നമ്മൾ ഈ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ ഫ്ലോ ചാർട്ടിനെ ഇതേപോലെ തന്നെ നമുക്ക് ഒരു പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഫ്ലോ ചാർട്ടിനെ നമ്മളൊരു പ്രോഗ്രാമായിട്ട് മാറ്റുന്നത്? ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ സിമ്പിൾസിനും ഓരോ മീനിങ് ഉണ്ട്. നമ്മുടെ ഈ ഓരോ സിമ്പിൾസിനും നമുക്ക് പ്രോഗ്രാമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് എന്ന് നമ്മൾ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ പഠിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.